മടടിച്ച പയലടിച്ച് താഴെ എടുക്കും. നീ വലിയ സ്പൈഡർമാനല്ലേ? എടാ നിന്റെ വലയടാ കുടികളി അങ്ങോട്ട്. എൻ്റെ പൊന്നളിയ ഒന്നും പറയണ്ട. അവൾ പുറത്ത് പോയതോടുകൂടി ഈ പിള്ളേരെ നോക്കുന്നതിൻ്റെ ഉത്തരവാദിത്തം എൻ്റെ മണ്ടല്ലേ. ഒരു ചെറുക്കനെ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ മറ്റേ ചെറുക്കൻ അങ്ങോട്ട് എന്ത് കഷ്ടപ്പാട് അളിയ. ഞാൻ ഈ പാടത്തും പറമ്പത്തും ജോലി ചെയ്തിട്ട് ഞാൻ വരുമ്പോൾ ഒരു നേരമാവും. എനിക്ക് ഈ പിള്ളേരെ നോക്കാൻ സമയം കിട്ടുമോ, എൻ്റെ ജോലി നോക്കാൻ സമയം കിട്ടും. എവിടെ പോയാ സുജേച്ചി മറ്റേ കൊമരിച്ചന്തേരി വലിയ സ്രാവുണ്ട് എന്നെ നോക്കാൻ പോയിരിക്കുന്നു. അളിയൻ വന്നപ്പോൾ പറഞ്ഞില്ലേ PSC എക്സാമിന് പോവാന്ന് പറഞ്ഞില്ലേ? അപ്പൊ PSCക്ക് ട്രൈ ചെയ്യുന്നുണ്ടല്ലേ? പിന്നെ PSC പരീക്ഷ എഴുതി ജോലി കയറിയിട്ടേ ഉള്ളൂ പറഞ്ഞ് ഒറ്റ നിപ്പാണ്. എന്നിട്ട് വല്ല ലിസ്റ്റിൽ വല്ലതും വന്നാ? പിന്നെ റേഷൻ കാർഡിന്റെ ലിസ്റ്റ് വന്നപ്പോൾ BPA ലിസ്റ്റിൽ കിടന്നവള് APA ലിസ്റ്റിലോട്ടായി. പിന്നെ കളി നോക്കണ്ട, നിങ്ങൾ നോക്കിക്കോ. നമ്മൾ ഒരു കാലത്ത് ഗവൺമെന്റ് ജോലി കയറും. നിങ്ങൾ ചെന്ന് കയറി അവിടെ നട തുറന്നിട്ടിരിക്കുന്നു. ചെന്ന് കയറി എടീ PSC ജോലിയൊക്കെ കിട്ടണമെങ്കിൽ നല്ല മെനക്കെട്ടിരുന്ന് പഠിക്കണം. പിന്നല്ല പരീക്ഷയ്ക്ക് മാത്രം പോയാ പോരാ. ആയിക്കോട്ടെ. അളിയ ഞാനൊരു കാര്യം പറയട്ടെ. ഈ കേന്ദ്ര ഗവൺമെന്റ് ജോലി കിട്ടിയിട്ട് പോകാത്തവള് ഈ PSC പരീക്ഷ എങ്ങനെയല്ലേ പോണത്? കേന്ദ്ര സർക്കാരിന്റെ ജോലി നിങ്ങൾ അറിഞ്ഞില്ലേ? എന്റെ പൊന്നളിയ, കേരള ഗവൺമെന്റിന്റെ ജോലി പോലെയല്ല. കേന്ദ്ര സർക്കാരിന്റെ ജോലിക്ക് ഈ ശമ്പള സ്കെയിൽ കൂടുതലാണ്, കൂടുതൽ ശമ്പളം കിട്ടും. മാസം ഒരു തുക അക്കൗണ്ടിൽ വരില്ലേ? അത് അളിയൻ പറഞ്ഞ് മനസ്സിലാക്കി. അതിന് പോണില്ല, ഞാൻ പറഞ്ഞ കേൾക്കണവരത്തിൽ. ഏത് ഡിപ്പാർട്ട്മെന്റിലാണ്? ഡിപ്പാർട്ട്മെന്റ് എന്ന് ചോദിച്ചാൽ ഇന്നിപ്പം ഈ ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ നാളെ വേറൊരു ഡിപ്പാർട്ട്മെന്റിൽ. അതെന്ത് ഡിപ്പാർട്ട്മെന്റ്? ഈ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി അറിഞ്ഞൂടെ? തൊഴിലുറപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ എന്താണ് ഈ പറയണത്? ഞങ്ങളെ തന്നെ അല്ല, തൊഴിലുറപ്പല്ലേ? പിന്നെ നല്ല ജോലിയല്ലേ അളിയ? തൊഴിലുറപ്പ് നാളെ പുച്ഛിക്കരുത്. ഇല്ല, എനിക്ക് പുച്ഛൊന്നുമില്ല. ഇടി വീണ് മണ്ട പോയ തെങ്ങിന്റെ മൂട്ടിൽ തലയെടുക്കണ നിസ്സാര ജോലിയാണ്, അന്തസ്സുള്ള ജോലിയല്ലേ? പിന്നെ ഈ റോഡിന്റെ സൈഡിൽ പുല്ലുകൾ ഇങ്ങനെ വളർന്നേക്കും, അത് അവർ വെട്ടുന്ന കാണണം. ഞാൻ വെട്ടിക്കോട്ടെ അത് കാണണം. നിസ്സാര ജോലിയാണ് അല്ലല്ല. ഏത് ജോലിയാണ് അതിന് അന്തസ്സുണ്ട്. അത് സത്യം ആണല്ലോ. ഏതെങ്കിലും ജോലിക്ക് പോയാൽ മതി. ഞാൻ തന്നെ ഈ സുജിയൊക്കെ ഈ തൊഴിലുറപ്പിന് പോവാന്നൊക്കെ പറയുമ്പോ, പാടത്തും പറമ്പിലും ഒക്കെ പോവാന്ന് പറയുമ്പോ അത് ശരി. അപ്പൊ എനിക്ക് കുഴപ്പമില്ലല്ലേ? ഞാൻ അവിടെ കിടന്ന് കളക്കണ അളിയതൊന്നും കാണില്ലല്ലേ? അല്ല, അളിയന്റെ കളക്കിൽ മൂന്നെണ്ണം കൂടെ ചേർന്നപ്പോഴേ ബഹളം ഒരുക്കുന്നു ഇവിടെ. ഞാൻ പോയി നോക്കട്ടെ, അല്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കും. നീ നേരത്തെ കലക്കി കൊടുത്ത ജ്യൂസിന്റെ പൊളപ്പ് തന്നെ. ജ്യൂസ് ഉണ്ടായിരുന്നു അത് ഇത് കേട്ട് നോക്കാം. തിളച്ച ചായ. അളിയാ, ഞാൻ ചോദിക്കുന്നുണ്ട് അളിയ ഒന്നും വിചാരിക്കും. എന്തോ അളിയന് ഈ PSC വഴിയാണോ ജോലി കിട്ടിയത്? എനിക്ക് ജോലി ചെറിയ ഡൗട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനെ ചോദിക്കാൻ കാരണം എനിക്ക് ലോട്ടറി അടിച്ച്. അല്ല, ഞാൻ ഈ ഇടയ്ക്ക് പത്രത്തിൽ വായിച്ചായിരുന്നു, അതുകൊണ്ട് ഒരു സംശയത്തിന് പേരാണ് ചോദിച്ചത്. ഈ നിയമന തട്ടിപ്പ്, ബന്ധു നിയമനം, പിൻവാതിൽ നിയമനം, അങ്ങനെയുള്ള പരിപാടി വഴിയെല്ലാം കിട്ടിയാണോ? ആണോ? പഠിച്ച് പരീക്ഷ എഴുതി കിട്ടിയ ജോലിയാണ് കേട്ടാ. ചോദിച്ചേ ഉള്ളൂ, അല്ലെങ്കിൽ വിചാരിക്കില്ല. നീ സ്പൈഡർമാൻ അല്ല, നീ മൗഗ്ലി ആണ്ട്രാ, മൗഗ്ലി. പ്രശ്നമില്ല, മംഗ്ലി അല്ലടാ മൗഗ്ലി. അയ്യോ, അതുപോലെ അറിഞ്ഞൂടാ, കഷ്ടം. അങ്ങനൊന്നും പറയരുത് കേട്ടാ. എടാ അങ്ങനൊന്നും പറയല്ലെന്നേ. ചെറിയമ്മ, അവന്റെ മുടി കണ്ടായിരുന്നൂടെ അവൻ മോഗ്ലിയാണെന്ന്. വലിയ കുട്ടിയല്ലേ നീ? വലിയ കുട്ടിയല്ലേ? നിങ്ങൾ രണ്ടുപേരും അവനെ അടിക്കണം. അടിക്കും ഞാൻ കേട്ടാ. എന്തിനാ മൗഗ്ലി വിളിച്ച് കളിയാക്കണത്? അവൻ എന്നെ തടിയാന്ന് വിളിച്ചോട്ടെ. നീ അവനെ ഇടിക്കോ? അവൻ എന്നെ ഇനിയും കളിയാക്കും, ഞാൻ ഇനി അവനെ ഇടിക്കും. പിടിക്കോ നീ? മര്യാദക്ക് വളർത്തിക്കോട്ടെ. മര്യാദക്ക് മനുഷ്യരുടെ 100 കൂട്ടം
പണിയുണ്ട്. ഈ അങ്ങനെ പറയല്ലേ, പിള്ളേരെ വെറുതെ എന്തെങ്കിലും പറഞ്ഞു വെച്ചിട്ട് ഇങ്ങനെയാണ് പിള്ളേരുടെ അടുത്ത് വെറുതെ എന്റെ കൈയിരിപ്പ് അങ്ങനെ തന്നെയാ. കൈ വെച്ചാണ് പിള്ളേരെ അടിക്കണത്. പിന്നെ പറഞ്ഞ കൂടി മര്യാദയ്ക്ക് വളർത്തിക്കോ പിള്ളേരെ. ആരങ്ങോട്ട് എന്തൊക്കെയാണ് ഇവിടെ മകളെ ചെറിയ മാടിച്ച മക്കളെ അടിച്ച എന്തിനാണ് നീ വല്ല കുണ്ടടി കാണിച്ചാ നീ ഇവരെന്തെങ്കിലും വികൃതി കാണിച്ചാണോ? ഇല്ല, അമ്പാടിയാണ് എന്നെ നടിച്ചത്. അതുകൊണ്ട് ചെറിയമ്മ എന്നെ അടിച്ചു. അമ്പാടി ഒന്നും ചെയ്തില്ലേ? ഇല്ല. എന്ത് 3 പേരും കൂടെ കളിച്ചോണ്ടിരുന്നപ്പോഴ് അവൻ എന്തൊരു കുട്ടി കാണിച്ചു ഈ പിള്ളേർ ചോദിച്ചിട്ട് ഈ പിള്ളേരെ മാത്രം എടുത്ത് അടിക്കേണ്ട കാര്യം എന്തിനാണ്? അല്ല അത് ന്യായമാണോ? അതെന്തെങ്കിലും വികൃതി കാണിച്ചിട്ട് അവൻ്റെ അളിയനും പെങ്ങളും നിങ്ങളുടെ കുടുംബക്കാരല്ലേ, പോയി ചോദിക്കും. അവിടെ പോയി ചോദിക്കും. എനിക്ക് 100 കൂട്ടം കാര്യം ഇപ്പം 100 കൂട്ടം കാര്യം പോട്ടെ. ഇതെനിക്ക് എന്തിനാണെന്ന് ചോദിക്കാം, അറിയാം. ചോദിക്കാം മകളെ, ഇപ്പോൾ കരയണ്ട കേട്ടോ. കാന്താരി എത്ര വേണം? എന്തിന് അരച്ച് തേക്കാൻ? ആ, ഇപ്പം തേച്ച് വെച്ചാലേ കുറച്ച് കഴിയുമ്പോൾ എടുത്ത് പൊരിക്കാൻ പറ്റൂ. എന്റെ പിള്ളേരെ കണ്ണിൽ കാന്താരി തേച്ചിട്ട് നിനക്ക് ആ പിള്ളേരെ എടുത്ത് പൊരിക്കുന്നല്ലേടി? നിങ്ങത് വട്ടാട്ടാ പിള്ളേരെ. ചേട്ടൻ വന്നപ്പോ പറഞ്ഞില്ലേ ഇവര് കാന്താരി ചിക്കൻ ഉണ്ടാക്കണം, അത് ശരിയാക്കാൻ വേണ്ടിട്ട്. നീ കാന്താരി ചിക്കൻ ശരിയാക്കണ കേസൊക്കെ അവിടെ നിൽക്കട്ടെ. വേറൊരു കാര്യം എനിക്ക് ശരിയാക്കാനുണ്ട്. എന്തോന്നു? നീ എന്തിനാ പിള്ളേരെ അടിച്ചത്? പിള്ളേരെ അടിക്കുകയല്ല, 3 കൂടി ചവിട്ടി കൂട്ടാനാണ് എനിക്ക് തോന്നിയത്. 3 കേസ് നീ പറയണ്ട, നീ 2 കേസ് പറഞ്ഞാൽ മതി. എന്റെ പിള്ളേരെ നീ ഏറി നിർത്തി അടിച്ചെന്തിനാണെന്ന് എനിക്ക് പറയണം. മറ്റേ ഓടിക്കളഞ്ഞ് കൈ കിട്ടട്ട് 2 കൊടുക്കാന്നെ. അല്ലെങ്കിൽ നീ കൊടുത്ത് ഞാൻ ഒരു കാര്യം പറയാം. എന്റെ പിള്ളേരെ ഉണ്ടല്ലോ, എന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് ഞാൻ നോക്കണം. ഇന്ന് വരെ എന്റെ പിള്ളേരെ അദ്ദേഹത്തെ കപ്പെടുത്ത് അടിച്ചിട്ടില്ല, അറിയാം നിനക്ക്? ആ, അടിയുടെ കുറവ് കാണുന്നുണ്ട് എന്റെ പൊന്നെ, 2 എണ്ണം. അപ്പൊ നിന്റെ മോൻ ചെയ്തതല്ലേ ശരിയാണെന്ന് നീ പറഞ്ഞു. നീ നിന്റെ മോൻ അടിക്കാത്തത്? ചേട്ടാ അവര് കാണിച്ചത് ചേട്ടൻ കണ്ട? ചേട്ടൻ കണ്ട? ഞാൻ ചെന്നപ്പോ ആമ്പാടി അവർ 2 കൂടെ എടുത്ത് മതിലിന്റെ അപ്പുറത്തിടാൻ വേണ്ടി അമ്പാടി, നിന്റെ അമ്പാടി വലിയ തന്നെ. ആ ചെറുക്കൻ എന്തെങ്കിലും പറഞ്ഞു കാണും. ഇല്ലെങ്കിൽ എന്റെ പിള്ളേർ ചെറുക്കന്മാരല്ല അത് എന്റെ പിള്ളേര്. ചെറുക്കാനാ? ആമ്പാടി ചെറുക്കാന്നാ ചേട്ടൻ വിളിക്കണ? ഞാൻ അവിടെ സാറേന്ന് വിളിക്കാം. അമ്പാടി എന്ന് കണ്ണു കൊടുക്കണ്ട. എന്റെ പിള്ളേരെ അടിച്ചിട്ട് കുഴപ്പമൊന്നും എന്റെ കണ്ടത് തെറ്റിയിരുന്നെങ്കിൽ അവളെ അടിച്ചു കൊല്ലില്ലായിരുന്നു. ചേട്ടൻ തെറ്റ് കണ്ടാ ഞാൻ അടിക്കും. നീ തെറ്റേണ്ട, നീ നിന്റെ പിള്ളേരെ അടിക്കാറുണ്ട്. എന്റെ പിള്ളേർ എന്റെ പിള്ളേർ നീ എന്തിനടിച്ചെന്ന് എനിക്കറിയാം. എനിക്ക് അങ്ങനെ എന്റെ പിള്ളേർ നിന്റെ പിള്ളേരൊന്നുമില്ല. ഞാൻ തെറ്റ് കണ്ട ആരായാലും നീ ആരായാലും അടിക്കും. ആ ചെറുക്കൻ എന്തെങ്കിലും കുണ്ടണി കാണിച്ചിട്ട് അടിക്കാൻ എന്റെ പിള്ളേർ അടിച്ചത്. അല്ലെങ്കിൽ ചുമ്മാ അടിക്കാൻ ചെറുക്കൻ ഭ്രാന്താ. ചേട്ടാ ഭ്രാന്ത് പിള്ളേർക്കല്ല, പിള്ളേരെ തന്നേക്കാണ് ഭ്രാന്ത്. ശരിയാണ് ഭ്രാന്ത്. എടി നീ നാളെ എനിക്ക് ഭ്രാന്ത നീ വിളിച്ച് പറയും. എന്റെ പിള്ളേർ എന്തിനു തൊട്ടാ എനിക്കറിയാം. ചേട്ടാ തെറ്റ് കാണിച്ചാൽ ഞാൻ അടിക്കും. അടിക്കോ? വീട്ടിലിന്ന് ഇവിടെ മൊത്തം ബഹളാണ്. ആ മറ്റേ അളിയനും ശിശിരകുമാർ, ആ അളിയൻ 2 പിള്ളേരും വന്നിട്ടുണ്ട്, അതിൻ്റെ ഒരു ബഹളം. അവിടെ ഒരു ബഹളം ഇപ്പോൾ ഇല്ലില്ല, അതിവിടെ പറഞ്ഞേ. ആ ശരി 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 ശരി. ആ ഞാൻ വിളിക്കാം. ഓഫീസിൽ നിന്ന് സാറ് വിളിക്കും, ഞാൻ വിളിക്കാം. ആ ഓക്കെ. എനിക്കുണ്ടല്ലോ, എനിക്ക് തല ചൊറിഞ്ഞു വരെയാണ്. നല്ല വേനയാണ്, പോയി കുളിക്ക്. ഞാൻ ചോദിച്ചത് നീ മറുപടി പറ. എന്റെ ചെറുക്കനെ എന്തിനു തല്ലി? എന്റെ കൊച്ചിനെ തൊട്ട ഞാൻ ആരായാലും തല്ലി. എന്റെ പിള്ളേ തല്ലി ഞാൻ വെറുതെ ഇരിക്കുന്നു. ഞാനും തല്ലോടി. എന്നെ തൊട്ടാലും എനിക്ക് ചോദിക്കാൻ ആളുണ്ട്. ആ പിണ്ണാക്ക് തടിയനാ അവ ഇങ്ങോട്ട് വട്ട്, അവനെ നിന്നെ വെളിയിൽ ഞാൻ തല്ലും. എന്റെ നന്ദേട്ടൻ എന്തെങ്കിലും പറഞ്ഞ എന്റെ സ്വഭാവം മാറും. നിങ്ങൾക്ക് നന്ദേട്ടൻ കുശുമ്പല്ലേ? എനിക്ക് എന്തിനടി കുശുമ്പ്? നിങ്ങൾ 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ട് കളക്കാൻ നടക്കണുണ്ട്. എന്റെ ചേട്ടന് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരോട് നിങ്ങൾക്ക് കുശുമ്പ്. ആ കുശുമ്പ് തന്നെ. കർഷകന്റെ പിള്ളേരെ എല്ലാവർക്കും തല്ലല്ല. അത് പറഞ്ഞില്ലായിരുന്നു. എന്റെ പിള്ളേർ തല്ലിയല്ലേ? അവ ഇങ്ങോട്ട് വത്ത്. ഇതിനൊരു പരിഹാരം കണ്ടിട്ട് ഞാൻ ഇവിടെ പോകുള്ളൂ. അവ ഇങ്ങോട്ട് വത്ത്. എന്റെ പിള്ളേരെ അവിടെ തല്ലിയിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാണ്. അയ്യോ എനിക്കങ്ങ് കാണണ്ട. ഇതല്ല നിന്നെ അവരെ ഞാൻ ഇവിടെ കാണിച്ചു തരാം. പിന്നെ കാണാം. ഞാൻ ആരാണെന്ന് നീ കാണും. ഞാൻ ആരാണെന്ന് നിങ്ങളും കാണും. കാണാം. എടീ, ഇവിടെ സർക്കാർ ഉദ്യോഗസ്ഥനാണോ കൃഷിക്കാരനാണോ വലുതെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാം. ഓ ആയിക്കോട്ടെ. ജയ് ജവാൻ ജയ് ഓളം. ആ അല്ല സാറേ, ഞാൻ നാളെ ആ ഫയലും കൊണ്ട് സെക്രട്ടേറിയറ്റിൽ പോയിട്ട് ഓഫീസിൽ വരും. ഓ ആ സാറേ, ഞാനൊരു 10 മിനിറ്റ് സാറേ, എപ്പോൾ തിരിച്ച് വിളിക്കാം. ഓ എന്തോ ഇവിടെ അകത്ത് എന്തോ കാര്യമായിട്ട് നടക്കണ്ടല്ലോ. എനിക്കിന്നറിയണം. എനിക്ക്
ഇന്ന് അറിയണം, രണ്ടിലൊന്നും എനിക്ക് അറിയണം. അറിഞ്ഞിട്ടേ ഈ ശിശിരകുമാർ ഇവിടെ നിന്ന് പോവുള്ളൂ. അളിയ അളിയ എന്നെ പിടിക്കരുത്, അല്ല. എന്നെ പിടിക്കരുത്. പിടിക്കരുത്. എനിക്ക് രണ്ടിലൊന്നും അറിഞ്ഞിട്ട് ഞാൻ പോവുള്ളൂ. പിടിക്കുന്നില്ല അളിയൻ. അളിയ എന്താണ് പ്രശ്നം? എന്താണ്? എനിക്കൊരു കാര്യം അറിയണം. ഈ നാട്ടിൽ സർക്കാർ ഉദ്യോഗസ്ഥനാണോ കർഷകനാണോ വിലയുള്ളതെന്ന് എനിക്കിന്ന് അറിയണം. അളിയ എന്താണ് പ്രശ്നം? അല്ല, ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഭാര്യയ്ക്ക് തല്ലാനാണോ ഒരു കർഷകൻ തന്റെ പിള്ളേരെ വളർത്തുന്നതെന്ന് എനിക്കിന്ന് അറിയണം. അല്ല എന്താണ് സംഭവം? എന്താണ് ഇവിടെ കുറെ ഒച്ചയുമ്പോഴൊക്കെ ഉണ്ടായിരുന്നത്? സംഭവം എന്താണ്? ഓ, സാർ ഒന്നും അറിഞ്ഞില്ലായിരുന്നല്ലേ? ഇല്ല. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഭാര്യയുടെ മുമ്പിൽ ഒരു പാവത്താനെ എടുത്ത് ഇട്ട് കൊടുത്തിട്ട് അവൻ അകത്തുനിന്ന് അവിടെ നിന്ന് മൊബൈൽ തോണ്ടി കളിക്കുന്നു. എന്നിട്ട് നീ ഒന്നും അറിഞ്ഞില്ലല്ലടാ? എടി എന്താണ് പ്രശ്നം? ഈ വീട്ടില് ഇനി ഞാൻ ഒരു നിമിഷം കാലുകുത്തില്ല. അയ്യോ നല്ല കാര്യം. ഇറങ്ങി പോകുമ്പോഴേ കൊണ്ട് തലേ ചോന്നുകൊണ്ട് വന്നിട്ട് ഒരു കുറെ വൃത്തികെട്ട ചീര അതും കൂടെ എടുത്തോണ്ട് വെക്കോ. പുഴു കടിച്ച ആ ചൊറിഞ്ഞ ചീര അവിടെ ചൊറിയും പിടിച്ചിരിപ്പുണ്ട്. നീ പറഞ്ഞ കേട്ട, ഞാൻ വൃത്തികെട്ട ചീരയാണ് ഇവിടെ കൊണ്ടുവന്നത്. എന്റെ ചീര പുഴു കടിച്ചാണെന്ന്. അല്ല നിങ്ങൾ ഞാൻ ആ ചീര ഇവിടെ കൊണ്ടുവന്നപ്പം ഇവൾ എന്താ പറഞ്ഞ അറിയാമോ? ചേട്ടാ, ജൈവവളമായിട്ട് ചീരയിലെ ഒരു കൊട്ട കൊണ്ട് ഇവിടെ കൊട്ടി കൊടുക്കാം ഇവിടെ. എന്നിട്ട് അവള് പറഞ്ഞ എന്റെ ചീര പുഴു കടിച്ചത്. അല്ല നിങ്ങൾ തമ്മിൽ ഇപ്പൊ എന്താ പ്രശ്നം ഉണ്ടായത്? എന്താ എന്താ ഉണ്ടായത്? നീ അവളുടെ അടുത്ത് ചോടാ എന്തിനാ ഉണ്ടായത്? എന്തുണ്ടാന്ന് ചോരാ? എടി എന്താ ഉണ്ടായത് ഇവിടെ? എന്റെ നന്ദേട്ടാ എന്റെ ആമ്പാടിയെ പിള്ളേർ അടിച്ചപ്പോ അവ അമ്പാടിയല്ല, അവ കുമ്പുടിയാണ്. അവളെ ഈ ചെറുക്കന്മാരെ അടിക്കാൻ വേണ്ടി ആദ്യം ഓടി അവനാണ്. അപ്പൊ അവൻ കുമ്പുടിയല്ലേ, അവളെ അമ്പാടി. എടാ പിള്ളേരെ, ഓ അവളെ ജ്യൂസ് വെള്ളവും കുടിച്ചുകൊണ്ട് അവിടെ കിടന്ന് ഉറങ്ങി കുറുക്കാൻ വലിച്ച് ഇറങ്ങി വാടാ. അവളെ വായി ഇരിക്കാൻ കേൾപ്പിക്കാതെ ഇറങ്ങി വാ മക്കളെ, ഇറങ്ങി വാ. അത് നടന്ന് പോലെ ആ ചെറുക്കൻ കാണിച്ച ശരിയാണല്ലേക്ക്. ഞാൻ പറഞ്ഞു എന്റെ ആമ്പാടി ചെറുക്കത്തക്കത്ത് ഞാൻ എന്തെന്ന് വിളിക്കണോടി? എന്തിനാണ് ഞാൻ പറഞ്ഞു നിന്റെ അടുത്ത് ഒന്ന് അടങ്ങാൻ പറഞ്ഞു. അല്ലയാ ഒന്നടങ്ങി. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ആങ്ങളെയും പെങ്ങളും അല്ലേ? നിങ്ങൾ പെങ്ങളല്ലേ? എന്റെ പെങ്ങള് മരിച്ചു. എന്റെ പെങ്ങൾ ഇന്ന് മരിച്ചു. ഇന്ന് രാവിലെ ഇവിടെ മരിച്ചു. അയ്യോ നല്ല കാര്യം, ഉപകാരമായി പോയി. ഞാൻ പറഞ്ഞു. പിന്നെ എന്റെ പൊൻ അളിയ ഇപ്പൊ അളി എന്റെ പിള്ളേരെ രണ്ടടി അടിച്ചു. എന്റെ ചെറിയ എന്റെ പിള്ളേർക്ക് ആരാണ് ഇവള്? എന്റെ പൊന്നളിയ ഒന്നുമില്ലെങ്കിലും അവർ ചെറിയമ്മല്ലേ? അപ്പൊ ചെറിയ പിള്ളേരൊക്കെ ആകുമ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇവള് ചെറിയമ്മയല്ല, ഇവള് ചൊറിയമ്മയാണ്. എന്റെ പിള്ളേരെ അടിക്കാൻ നിൽക്കണ ചൊറി പിടിച്ച അമ്മ. അളിയനറിയാമോ? അളിയനറിയാമോ? അളിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ, തുറന്ന് പറ അളിയ. പറ. സൗണ്ട് കിട്ടണ്ടേ? ഞാൻ ഊബയായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ജോസഫ് കുട്ടി അവിടെ ഇറങ്ങി വാടകോട്ട്. ഒന്ന് സമ്മാനപ്പെടാം അളിയ. നമുക്ക് ഞാൻ കുറച്ച് കാന്താരി എടുക്കട്ടെ. ഈ നീര് പോകാതിരിക്കണ എന്റെ പുറത്തിടാന്. അതല്ല അളിയ, അളിയൻ പറഞ്ഞില്ലേ നമുക്ക് ഇന്ന് ഇവിടെ കാന്താരി ചിക്കൻ ഉണ്ടാക്കി അടിച്ചു പൊളിക്കാൻ പറഞ്ഞില്ലേ? കാന്താരി ചിക്കൻ എന്റെ പട്ടി അളിയ ഇറങ്ങി വന്നില്ലേ? സ്റ്റോപ്പ്. നമ്മുടെ തടയില് മസിൽഗുഡി വഴി ഊട്ടിയിലേക്ക് ഒരു യാത്ര വരുന്നു guys. ആ വാടാ പോവാടാ. കണ്ട ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? മൂന്നുപേരും കൂടി ചേർന്ന് ഒരു മൂന്നാലോക മഹായുദ്ധം കഴിഞ്ഞ് പോണ പോക്കണ്ട. മസനഗുഡി വഴി ഊട്ടിയിലേക്കൊരു യാത്ര. ഇതാണ് പറയുന്നത്. കുട്ടികളുടെ മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നിഷ്കളങ്കാണ്. അവർ ചിലപ്പോൾ വഴക്കിടും, ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ അവർ വീണ്ടും കൂട്ടാവും. നിങ്ങളതുപോലെയാണ്? പോത്ത് പോലെ വളർന്നില്ലേ രണ്ടും? എന്റെ ചീരയില് പുഴുക്കുത്താണെന്ന് എവളല്ലേ പറഞ്ഞു ആദ്യം? പിന്നെ ജൈവ വളമിട്ട ചീരയാകുമ്പോ 2 പുഴുവൊക്കെ കടിച്ചെന്നിരിക്കും. അവനിപ്പോ ഇത്ര വലിയ കാര്യമൊക്കെ ഉണ്ടോ? ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് നാണമില്ലേ? ഇല്ലേ? ഇത്രയും വളർന്നില്ലേ? കുട്ടികളുടെ വഴക്ക് ഏറ്റുപിടിച്ചിട്ട് ആങ്ങളെയും പെങ്ങളും വഴക്കിടാൻ നിൽക്കണം. എന്റെ പൊന്നളിയ, കുട്ടികളുടെ മനസ്സ് നിഷ്കളങ്കാണ്. അതുകൊണ്ടാണ് അവർ വഴക്കിടുന്നത്. ഞങ്ങൾ കുട്ടികളാണ്, ഞങ്ങളുടെ മനസ്സിൽ നിഷ്കളങ്കമാണ്. 2 എണ്ണം ബൊമ്മാക്കാണ് മോന്തം കയറ്റി പിടിച്ചോണ്ട്. വാ കാന്താരി ചിക്കൻ ഉണ്ടാക്കാം. കാന്താരി ചിക്കൻ ഉണ്ടാക്കിയില്ലേ? ഓ, കാന്താരി ചിക്കനിൽ 1 മണിക്കൂറെങ്കിലും മസാല പിടിച്ചാലേ ശരിയാവുള്ളൂ. ഈ അളിയനാണെങ്കിൽ ഒരു മാങ്ങ തുള്ളി അറിഞ്ഞൂടാ. നിങ്ങളൂട്ടി അങ്ങോട്ട് അകത്തിട്ട് കാന്താരി ചിക്കൻ. അയ്യയ്യ, എന്തൊരു പോക്ക്. ഇപ്പൊ സത്യത്തിൽ ഇപ്പൊ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇതാണ് മസനഗുഡി വഴി ഊട്ടിയിലേക്ക് ഒരു യാത്ര. ചിരി മധുരം.